ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അച്ഛനും മകളും സ്വീകരണമുറി വൃത്തിയാക്കുകയായിരുന്നു. അമ്മയും മകനും മുറ്റം വൃത്തിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ സ്വീകരണമുറിയിൽ നിന്നൊരു പൂപ്പാത്രം നിലത്ത് വീണ് പൊട്ടി. ശബ്ദം കേട്ട് മുറ്റത്ത് നിന്ന മകൻ അമ്മയോട് പറഞ്ഞു, അത് അച്ഛനാണ് താഴെ ഇട്ടത്. അമ്മ ചോദിച്ചു, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? മകൻ പറഞ്ഞു, അച്ഛൻ ഒന്നും മിണ്ടുന്നില്ല. തെറ്റ് ചെയ്തതിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനുമേൽ ഒരിനം നിശബ്ദത നിലനിൽക്കും. നിരന്തരമായി മറ്റുള്ളവരുടെ തെറ്റുകൾ വിമർശിച്ചു വിലയിരുത്തുന്നവരാണെങ്കിൽ ഒരിക്കലും സ്വന്തം പിഴവുകൾ അംഗീകരിക്കാൻ തയ്യാറാകാത്തവരായി മാറിയേക്കാം. മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുമ്പോൾ സ്വന്തം പിഴവുകൾ നിസ്സാരമായി തോന്നുന്നിടത്താണ് നീതിയും ന്യായവും നഷ്ടമാകുന്നത്. അവരവർ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട്. തങ്ങളുടെ തെറ്റുകൾ കണക്ക് കുറഞ്ഞ് പരിഹരിക്കാൻ പഠിച്ചവരായാൽ മാത്രമേ പുതിയ തലമുറയ്ക്ക് ഒരു നല്ല മാതൃക കൈമാറാൻ കഴിയൂ. മുതിർന്നവരുടെ ചെറിയ തെറ്റുകൾ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ അതിന് ചുറ്റും നിസ്സംഗതയും നിശബ്ദതയും നിറയുന്നു. അത് ഇളം തലമുറയുടെ മനസ്സിൽ എന്ത് മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്? ഒരു പ്രായമുള്ള ആളിൽ നിന്ന് ഒരിക്കലെങ്കിലും ഒരു സത്യസന്ധ ക്ഷമാപണം കേൾക്കാനാകുമെങ്കിൽ അത് കേൾക്കുന്നവൻ്റെ മനസ്സിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാകും. അഹംഭാവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടക്കാൻ അത് വഴിയൊരുക്കും. തെറ്റ് ചെയ്യുമ്പോൾ ഭയം കൊണ്ട് നിശബ്ദരായേക്കാം. തെറ്റ് അംഗീകരിക്കുമ്പോൾ കിട്ടുന്ന ബഹുമാനമാണ് അതിന് പകരം വേണ്ടത്. അംഗീകരിച്ച തെറ്റുകൾ അപ്രത്യക്ഷമാകും, അംഗീകരിക്കാത്ത തെറ്റുകൾ ആവർത്തിക്കപ്പെടും.